السلام عليكم ورحمة الله وبركاته. إن الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സമൂഹത്തിന് നേതൃത്വം നൽകുന്ന നമ്മുടെ പണ്ഡിതന്മാർക്ക് ഇതെന്തു പറ്റി? ഏകനായ അള്ളാഹുവിനോട് മാത്രം അർപ്പിക്കേണ്ട പ്രാർത്ഥനകളും നേർച്ചകളും ഇബാദത്തിന്റെ ഇതരങ്ങളായ അംശങ്ങളും അല്ലാഹുവല്ലാത്ത ശക്തികൾക്ക് സമർപ്പിക്കാൻ മടിയില്ലെന്ന് മാത്രമല്ല, അത് സമൂഹത്തിന് മുന്നിൽ തുറന്നു പറയുകയും പ്രഖ്യാപിക്കുകയും അതിലേക്ക് ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ഏറ്റവും അധികം വേദനാജനകമായ കാഴ്ചകളാണ് നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ച ഒരു ചോദ്യം, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹുവിൻ്റെ ദാസൻ അള്ളാഹു പോരെ എന്നതാണ്. മക്കയുടെ മണ്ണിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി കടന്നു വന്നപ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ട ഏറ്റവും വലിയ ആക്ഷേപവും അധിക്ഷേപവും അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ് എന്നതായിരുന്നു. ഈ മുഹമ്മദ് വന്ന് ഞങ്ങളുടെ ഇലാഹുകളെ മുഴുവനും ഒറ്റ ഇലാഹാക്കി മാറ്റിയോ? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇവന്റെ കാര്യം വലിയ അത്ഭുതമാണല്ലോ എന്നതായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന് കേൾക്കേണ്ടി വന്ന ആക്ഷേപങ്ങളിൽ ഒരു ആക്ഷേപം. എന്ന് വെച്ചാൽ, ആ ജാഹിലിയ സമൂഹത്തിൽ അവർക്ക് വിളിച്ചു തേടാനും അവരുടെ ആവശ്യങ്ങൾ പറയാനും അവർക്ക് നേർച്ച നേരാനും അവർക്ക് പ്രാർത്ഥിക്കുവാനുമുള്ള ശക്തികൾ പോരാ എന്ന് വിശ്വസിച്ചിരുന്നവരായിരുന്നു അവർ. അവരുടെ ആ സ്വഭാവം ചൂണ്ടി വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വാചകമുണ്ട്, അറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ, അവരുടെ ഇച്ഛ ആഗ്രഹിക്കുന്നതിനെ എല്ലാത്തിനെയും അവർ ഇലാഹാക്കി മാറ്റുന്നത് കാണുന്നില്ലയോ എന്ന് പറഞ്ഞാൽ, അവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന ഏതൊരു ശക്തി അല്ലെങ്കിൽ ഏതൊരു വസ്തു അവരുടെ കയ്യിൽ കിട്ടിയാലും അതിനോട് പ്രാർത്ഥിക്കുവാനും അവയെ ഇലാഹാക്കാനും അവർക്ക് നേർച്ച നേരാനും മടിയില്ലാതിരുന്ന ഒരു സമൂഹമായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ എന്നുള്ളത് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. അവരോട് പോരാടി ഏകനായ ഇലാഹിനെ കുറിച്ച് മാത്രം അവരോട് സംസാരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറെ ഒരു ഇലാഹുമില്ല എന്ന അടിസ്ഥാന തത്വം അവരോട് പറഞ്ഞ് അതിൻ്റെ പേരിൽ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും അടിച്ചമർത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ബഹിഷ്കരണങ്ങളും എല്ലാം അനുഭവിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും കടന്നുപോയത്. എത്രത്തോളം അവർക്ക് സ്വന്തം നാട്ടിൽ ജീവിക്കുവാനുള്ള സാഹചര്യം പോലും തടയപ്പെട്ടു. 13 കൊല്ലക്കാലം നിരന്തരമായ പീഡനങ്ങൾക്ക് വിധേയമായ നബിയും സ്വഹാബത്തും മക്ക വിട്ട് യത്രിബിലേക്ക് ഹിജ്റ പോയ സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. ആ ഹിജ്റ പോയതിനു ശേഷം മറ്റൊരു നാട്ടിൽ അഭയാർത്ഥികളായി കഴിയുന്ന ഘട്ടത്തിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കി മക്കാ മുശ്രിക്കുകൾ, മക്കയിലെ ഖുറൈശികൾ പ്രവാചകനെ നേരിടാൻ വന്നപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സംരക്ഷണത്തിന് വേണ്ടി ഏകനായ അള്ളാഹുവിന് മാത്രം പ്രാർത്ഥനകളും നേർച്ചകളും ഇബാദത്തിന്റെ എല്ലാ അംശങ്ങളും സമർപ്പിക്കണം എന്ന ആശയം സ്ഥാപിക്കുവാൻ വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ പ്രവാചകന്റെ സ്വഹാബത്തും ഒരു പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ബദറിന്റെ മണ്ണിലേക്ക് പോവുകയും അവിടെ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടിക്കൊടുത്ത ബദർ സംഭവിക്കുകയും ചെയ്തത്. ഈ രൂപത്തിലാണ് സംഭവം, ഈ രൂപത്തിലാണ് ചരിത്രം. ഇതാണ് നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന പാഠമെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? കഴിഞ്ഞ ദിവസം ഒരു പണ്ഡിതൻ അദ്ദേഹം പരസ്യമായി പറയുന്നൊരു വാചകം, ആ വാചകം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇവിടെ മർക്കസിൽ കോടഞ്ചേരി പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാൽ നിങ്ങൾക്ക് അവിടെ ടാക്സിൻ്റെ റെസീറ്റ് മറച്ചു നോക്കിയാൽ ആ റെസിപ്റ്റിൽ കാണാം ജാമിഉൽ ഫുതൂഹ് 313. ഇത് കാറിന് നമ്പർ വാങ്ങും പോലെ വാങ്ങിയതല്ല, മസ്ജിദിന്റെ നമ്പർ 313. അത് അല്ലാഹു തആല തീരുമാനിച്ച അങ്ങനെ ആവണം എന്ന്. എന്താണ് അതിൻ്റെ കാരണം? നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി. അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടായി. അള്ളാഹു ഇഷ്ടപ്പെട്ട ബദരീങ്ങൾ ലഅല്ലല്ലാഹ ഖദ് ഇത്വലഅ അലാ അഹ്ലി ബദ്രിൻ ഫഖാല ഫഅലൂ മാ ശിഅ്തും ഫഫഅലൂ മാ തുഅ്മറൂൻ. ബദരീങ്ങൾക്ക് അല്ലാഹു തആല വെളിവായിക്കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ, എല്ലാം പൊറുക്കപ്പെട്ടിരിക്കുന്നു
എന്ന് പറഞ്ഞിട്ടുണ്ടാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ബദരീങ്ങളാണ്. ഇവിടുന്ന് വിളിച്ചാലും കേൾക്കും. ബദരീങ്ങളെ മനസ്സുറപ്പിച്ചൊന്ന് വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും. നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. അതിലേറ്റവും വലിയ അനുഭവം തന്നെയാണ് നോളജ് സിറ്റിയുടെ കടമ്പകൾ മറികടക്കാൻ നമുക്ക് ഏറ്റവും സഹായകമായത് ആ ബദരീങ്ങളെ വിളിച്ചുകൊണ്ടുള്ള ഇടതേട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കെട്ടിടത്തിൻ്റെ നമ്പർ കിട്ടിയപ്പോൾ 313B, പിന്നെ 313C. സഹോദരങ്ങളെ കേട്ടുവല്ലോ, 313 ബദരീങ്ങൾ. ആ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടായപ്പോൾ പ്രാർത്ഥിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, എവിടെ നിന്ന് ആര് വിളിച്ചാലും ആ വിളി കേട്ട് ഉത്തരം ചെയ്യുന്ന, അവരുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന, അവരെ സഹായിക്കുന്ന ശക്തികളാണ് ബദരീങ്ങൾ എന്നാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. 313 ബദരീങ്ങൾ. ആ ബദരീങ്ങളെ വിളിച്ചത് കൊണ്ടാണ് ബിൽഡിങ്ങിന്റെ നമ്പർ പോലും 313 കിട്ടിയത് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അദ്ദേഹം വിശ്വസിക്കുക മാത്രമല്ല, ഒരു വലിയ ജനസഞ്ചയത്തിന്റെ മുന്നിൽ അദ്ദേഹം അത് അവതരിപ്പിക്കുകയാണ്. മറ്റു മനുഷ്യരുടെ മനസ്സിലേക്ക് ആ ചിന്ത ഇട്ടുകൊടുക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ബദരീങ്ങൾ നമ്മുടെ മുന്നിൽ ജീവിച്ച് അവരുടെ ചരിത്രം സമൂഹ മധ്യത്തിൽ പ്രകടിപ്പിച്ച് പ്രമാണങ്ങളിൽ അത് രേഖപ്പെടുത്തി കടന്നുപോയ വ്യക്തിത്വങ്ങളാണ്. ബദരീങ്ങളുടെ ചരിത്രം വായിച്ച് പഠിക്കുന്ന ഒരു മനുഷ്യനെ ഈ രൂപത്തിൽ സംസാരിക്കുവാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ബദരീങ്ങൾ അവരുടെ ജീവിതം സമർപ്പിച്ചത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന ആശയം സമർത്ഥിക്കാനാണ്. മാത്രമല്ല, അവർ തന്നെയും ഒരുപാട് പ്രതിബന്ധങ്ങളിലൂടെയാണ് കടന്നുപോയത്. ആ പ്രതിബന്ധങ്ങളിലെല്ലാം അവർ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്. ബദറിൽ അവർ പോകുന്ന വേളയിൽ പോലും മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബദരീങ്ങളുടെ നേതാവായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്തുൻ ഫഹ്മിൽഹും, അല്ലാഹുമ്മ ഇന്നഹും ഉറാത്തുൻ ഫക്സുഹും. അള്ളാഹുവേ, ഈ ബദറിലേക്ക് നടന്നു പോകുന്ന, ബദറിലേക്ക് അടിവെച്ചു പോകുന്ന ഈ സാധുക്കൾ, അവർ ചെരുപ്പില്ലാത്തവരാണ്. അള്ളാഹ്, നീ അവർക്ക് ചെരുപ്പുകൾ നൽകണമേ. അള്ളാഹുവേ, അവർക്ക് വസ്ത്രമില്ല. അള്ളാഹ്, നീ അവർക്ക് വസ്ത്രം ഉടുപ്പിക്കണമേ. അല്ലാഹുമ്മ ഇന്നഹും ജിആഉൻ ഫഅശ്ബിഉഹു. അള്ളാഹുവേ, അവർ മുഴുപ്പട്ടിണിയിലാണ്. അള്ളാഹ്, ഭക്ഷണമില്ലാത്തവരാണ്. അള്ളാഹ്, അവർക്ക് നീ ഭക്ഷണം നൽകണേ. അള്ളാഹുവിനോട് ഈ രൂപത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ ബദറിലേക്ക് പോകുന്നത്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ. അള്ളാഹുവേ, ഈ കൊച്ചു സംഘത്തെ എങ്ങാനും ബദറിൽ വെച്ചുകൊണ്ട് നീ നശിപ്പിച്ചു കഴിഞ്ഞാൽ, നിന്നെ മാത്രം ആരാധിക്കുന്ന, നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്ന, നിനക്ക് മാത്രം ഇബാദത്തുകൾ സമർപ്പിക്കുന്ന ഒരു സംഘം ഇവിടെ ഉണ്ടാവുകയില്ല അള്ളാഹ്. അതുകൊണ്ട് നിന്റെ സഹായം നീ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് പടച്ചവനോട് തേടി അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടാണ് ബദരീങ്ങൾ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ബദറിലേക്ക് പുറപ്പെട്ടത്. മാത്രമല്ല, ആ ബദരീങ്ങൾ തന്നെയാണ് പിന്നെ ഉഹുദിൽ പങ്കെടുത്തത്. ആ ഉഹുദിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി. ഒരുപാട് ബദരീങ്ങൾ ആ ഉഹുദിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടു. ഉഹുദിൽ മരണപ്പെട്ട ശുഹദാക്കൾ അള്ളാഹുവിന്റെ ബർസഖിയായ ലോകത്ത് അള്ളാഹു നൽകിയ ആ സ്വർഗീയ ആരാമത്തിൽ ഒരു പച്ചവർണ്ണക്കിളിയുടെ രൂപത്തിൽ അവരുടെ റൂഹുകൾ നിക്ഷേപിച്ച് പാറാൻ വിട്ട സന്ദർഭത്തെ സംബന്ധിച്ച് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് അവിടെ പറഞ്ഞത്? ആ ഹദീസിൽ എന്താ രേഖപ്പെടുത്തിയത്? വിശുദ്ധ ഖുർആനിൽ തന്നെയും എന്താ പറഞ്ഞത്? വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ പടവെട്ടി ഷഹീദായ ശുഹദാക്കളെ സംബന്ധിച്ച് അവർ മരിച്ചവരാണ് എന്ന് നിങ്ങൾ കരുതരുത്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അവർ അവരുടെ റബ്ബിന്റെ അടുക്കൽ, പടച്ച റബ്ബിന്റെ അടുക്കൽ, സൃഷ്ടാവിന്റെ അടുക്കൽ, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഉപജീവനം നൽകപ്പെടുന്നവരാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം വിശദീകരിച്ച പണ്ഡിതന്മാർ എല്ലാവരും വിശദീകരിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയും പറഞ്ഞു, അള്ളാഹു ഒരുക്കിയ അനുഗ്രഹ സമ്പൂർണമായ സ്വർഗീയമായ ആരാമത്തിൽ പച്ചവർണ്ണക്കിളിയുടെ രൂപത്തിൽ അവരുടെ റൂഹുകൾ നിക്ഷേപിച്ച് സ്വർഗത്തിലെ അരുവികളിൽ നിന്ന് വെള്ളം കുടിച്ച് സ്വർഗത്തിലെ ഫലങ്ങൾ കഴിച്ച് അർശിന്റെ ചുവട്ടിൽ തൂക്കപ്പെട്ട വിളക്കുമാടങ്ങളിൽ വിശ്രമിച്ച് ജീവിക്കുന്ന ആ ശുഹദാക്കൾക്കിടയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല
ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഹൽ തസ്തഹൂൻ, നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞ മറുപടി, ഞങ്ങൾ എന്താഗ്രഹിക്കാനാ, എന്ത് കൊതിക്കാനാണെന്ന. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സിനും സങ്കല്പിക്കാൻ കഴിയാത്ത നിന്റെ അനുഗ്രഹ സമ്പൂർണമായ സ്വർഗത്തിന്റെ ഈ ആരാമങ്ങളിലൂടെ വിരാജിച്ചു കൊണ്ടിരിക്കുന്ന, പാറി നടക്കുന്ന ഞങ്ങൾ എന്താഗ്രഹിക്കാനാണ്? വീണ്ടും അള്ളാഹു അവരോട് ആവർത്തിച്ചല്ല, നിങ്ങൾ എന്തെങ്കിലും ചോദിക്കൂ, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നിങ്ങനെ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു മറുപടി, അള്ളാഹുവേ, ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി ദുനിയാവിലേക്ക് മടങ്ങിപ്പോകാൻ നീ അവസരം തരുമോ എന്നാണ്. എന്തിന് എന്ന ചോദ്യത്തിന് അവർ ഉത്തരം പറഞ്ഞത്, ഞങ്ങൾക്കൊന്നുകൂടി ഷഹീദാകണം എന്ന് മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടുകാരോട്, ഞങ്ങളുടെ സ്നേഹിതന്മാരോട് ഞങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സുഖസൗകര്യങ്ങളെ കുറിച്ച് പറയാൻ, അവർക്ക് ഈ വിവരം അറിയിക്കാൻ, ഞങ്ങൾക്ക് സ്വർഗം കിട്ടിയ വിവരം, ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് കിട്ടിയ വിവരം ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, ഞങ്ങളുടെ ഇഖ്വാനുകൾക്ക് അറിയിക്കാൻ ഒരു അവസരം തരുമോ എന്നാണ് അവർ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടത്. ആ സന്ദർഭത്തിൽ അള്ളാഹു പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിർവഹിച്ചു കൊള്ളാം. ഇനി ഒരിക്കൽ കൂടി ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാൻ, നിങ്ങളുടെ സഹോദരങ്ങളോട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു മടങ്ങി വരാൻ നിങ്ങൾക്ക് അവസരമില്ല. ദുനിയാവിൽ ഒരു തവണ മാത്രമേ ജീവിതം നൽകപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ആ വിവരം ഞാൻ അവരെ അറിയിച്ചു കൊള്ളാം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് എഗ്രി ചെയ്യുന്നത്. അങ്ങനെയാണ് വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ എന്ന വചനം അവതരിക്കുന്നത്. അല്ലാതെ ബദരീങ്ങൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വന്ന് ചെയ്തു തരികയോ പറഞ്ഞു തരികയോ അല്ല ചെയ്യുന്നത്. ബദരീങ്ങളുടെ ബർക്കത്തല്ല. നമ്മുടെ വീട്ടുവളപ്പിൽ നാം വളർത്തുന്ന കോഴിയെ നോക്കുക, ആടിനെ നോക്കുക, നമ്മുടെ ബിൽഡിങ്ങിന്റെ പ്രശ്നം പരിഹരിച്ചു തരിക, ഇത്തരം സംഗതികളുമായി ബന്ധപ്പെട്ട് ഈ ലോകവുമായി ചുറ്റിത്തിരിയുന്നവരല്ല ബദരീങ്ങൾ. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ഉന്നതമായ സ്വർഗീയമായ ആരാമത്തിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. അവർക്ക് ഉന്നതമായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ തൗഹീദിന് വേണ്ടി നിലകൊണ്ട കാരണത്താൽ ഉന്നതമായ സ്ഥാനങ്ങൾ കൈവരിച്ച ബദരീങ്ങൾ, ആ ബദരീങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് അവർ 313 313 എന്നത് യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം സ്ഥിരപ്പെട്ട ഒരു എണ്ണമല്ല. പല അഭിപ്രായങ്ങൾ ബദരീങ്ങളുടെ എണ്ണത്തെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. എന്നാൽ ഒരു പ്രത്യേകമായ നമ്പർ പോലെ 313 എന്നൊരു പ്രത്യേക നമ്പറൊക്കെ നൽകി അതിലെന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് വരുത്തി തീർത്ത്, മാത്രമല്ല നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ബദരീങ്ങളോട് പ്രാർത്ഥിക്കണം എന്ന രൂപത്തിലുള്ള സന്ദേശം നൽകി ഈ സമൂഹത്തിന്റെ ഇടയിലേക്ക് ശിർക്കും കുഫ്റും പടച്ചുവിടുന്ന ആളുകൾ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. വിശുദ്ധ ഇസ്ലാം മാനവ സമൂഹത്തോട് പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനം, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനോട് യാതൊന്നിനെയും പങ്കുചേർക്കുകയില്ല. ഇന്ന് ഏറ്റവും ആധികാരികമായി ഇത് പ്രഖ്യാപിക്കേണ്ടത് മുസ്ലിം ഉമ്മത്താണ്. മുസ്ലിം ഉമ്മത്താണ് ഇത് ഏറ്റവും ശക്തമായി ഉറക്കെ പറയേണ്ടത്. നമ്മുടെ നാട്ടിൽ ഇത്തരം പൗരോഹിത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതവാണിഭത്തിനുള്ള മാർക്കറ്റുകൾ അവരുണ്ടാക്കുകയാണ്. അവരുടെ മതം കച്ചവടം ചെയ്യാൻ, ഈ സമൂഹത്തെ ഒരു മാർക്കറ്റായി കണ്ട്, ഒരു ചന്തയായി കണ്ട് അവരുടെ കയ്യിലുള്ള ഇത്തരം സംഗതികളെ വിപണനം ചെയ്യുവാനുള്ള വഴിയൊരുക്കുകയാണ് യഥാർത്ഥത്തിൽ പൗരോഹിത്യം ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമദാനിൽ അള്ളാഹുവിൻ്റെ ദീനിനും തൗഹീദിനും അള്ളാഹുവിൻ്റെ ഏകത്വത്തിനും വേണ്ടി വാദിച്ച് അതിനുവേണ്ടി പോരാടി അവിടെ ഷഹീദായി വീണ്, മാത്രമല്ല തുറന്നുള്ള ജീവിതം കിട്ടിയ ആളുകൾ, ഷഹീദാകാതെ മടങ്ങി വന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവശേഷിപ്പിച്ച മുഴുവൻ സമയവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പടച്ചവന്റെ തൗഹീദിൽ സമർപ്പിച്ച് കടന്നുപോയ മനുഷ്യരാണവർ. അതുകൊണ്ട് തന്നെ അവരോട് തേടുന്ന സമ്പ്രദായം ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ലോകത്തേതു കാലഘട്ടങ്ങളിലും മുഴുവ് കടന്നു വന്നത് പരിധി വിട്ട് മനുഷ്യൻ പ്രവർത്തിച്ചത് ഈ രംഗത്താണ്. ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്നും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നും പഠിപ്പിച്ച വ്യക്തിയാണ്. പിൽക്കാലഘട്ടത്തിൽ ഈസാ നബിയോട് തേടുന്ന, ഈസാ നബിയെ ദൈവപുത്രനായി സങ്കല്പിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇലാഹാക്കുന്ന സാഹചര്യമുണ്ടായി. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ആയുസ് മുഴുവനും അള്ളാഹുവിൻ്റെ തൗഹീദിന് വേണ്ടി സമർപ്പിച്ച ആളാണ്. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ മക്ക ഖുറൈശികൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തന്നെ പ്രാർത്ഥിക്കുന്ന സാഹചര്യമുണ്ടായി. ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ ഒരു ആവർത്തനം, ഈ ഒരു തനിയാവർത്തനം സംഭവിച്ചതായി നമുക്ക് കാണാൻ കഴിയുകയാണ്. ഇത് തന്നെയാണ് ബദരീങ്ങളുടെ കാര്യത്തിലും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആയതിനാൽ ബദരീങ്ങൾ ആരോട് പ്രാർത്ഥിച്ചുവോ
അവരോട് നാം പ്രാർത്ഥിക്കുക. അമ്പിയാക്കൾ ആരോട് പ്രാർത്ഥിച്ചുവോ അവനോട് നമ്മൾ പ്രാർത്ഥിക്കുക. ആ അമ്പിയാക്കൾ മുഴുവൻ ഏതൊരു റബ്ബിലേക്ക് നമ്മൾ ക്ഷണിച്ചുവോ ആ റബ്ബിനെ മാത്രം ഉൾക്കൊണ്ട് തൗഹീദിന്റെ ഏറ്റവും സുന്ദരമായ പാതയിൽ മരണം വരെ ഉറച്ചു നിന്നുകൊണ്ട് പൈശാചിക പ്രലോഭനങ്ങൾക്ക് വശംവദരാകാതെ ശിർക്കിന്റെ കെണിയിൽ വീണുപോകാതെ തൗഹീദിനെ സംരക്ഷിച്ച് അവസാന നിമിഷത്തിൽ പോലും അവസാന ശ്വാസത്തിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ പണിയെടുക്കണേ, പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.